എല്ലാവരും ചോദിക്കുന്നതാണ് ജർമ്മനിക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളുടെ ഒരു USP തന്നെ അതാണ് ആക്ച്വലി. ഓക്കെ. അപ്ലൈ ടു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് യുവർസെൽഫ്. യുഎസ്എൽ ഇപ്പോൾ ചിലവർ കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, നെറ്റ്വർക്കിംഗ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ജർമ്മനി പോയി പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. എന്താണ് എൻമൈൻസിന്റെ ആ ഒരു? ഞാൻ ഉറപ്പ് വരുത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് തൊട്ടിട്ട് എൻഡ് വരെ വൺ സ്പെസിഫിക് കൗൺസിലർ വിൽ ബി അസൈൻ ടു ദം. ഓക്കെ. മെന്റർ ചെയ്യാൻ ഞാൻ ഉണ്ടായിരിക്കും. ആ ടീം വിൽ ബി അവർ ചിന്തിക്കാത്ത ഒരു ആംഗിൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഓക്കെ. അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ യൂണിവേഴ്സിറ്റീസും അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അവരുടെ ഓരോ ഡോക്യുമെന്റ്സും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു പ്രോപ്പർ ആക്കാൻ വേണ്ടി. ഓക്കെ. ലെറ്റർ ഓഫ് മോട്ടിവേഷൻ നമ്മൾ എഴുതിയിട്ട് നമ്മൾ അവരെ കാണിക്കാറുമുണ്ട്. ഓക്കെ. അവിടെയാണ് നമ്മൾ എൻമൈൻസ് ഒരു ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എൻഡ് ടു എൻഡ് ട്രാൻസ്പാരന്റ് ആണ് പ്രോസസ്. ഓക്കെ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ധാരണയുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ. ആ ഒരു ക്ലാരിറ്റി 100% ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റും. അതാണ് തോന്നുന്നത് ആ എൻമൈൻസിന്റെ യുണീക്നെസ് വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഐ ഡോണ്ട് വാണ്ട് ടു കൺവിൻസ് എനിവൺ. ഓക്കെ. ഇറ്റ്സ് ഓൺലി അബൌട്ട് കൺവേയിങ് ദ റൈറ്റ് തിങ്. ഓക്കെ. ഇഫ് ദേ ആർ ഗെറ്റിംഗ് കൺവിൻസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ദാറ്റ് ഈസ് ഹൗ വി ആർ ഡിഫറെന്റ് ഫ്രം വി ആർ ട്രൈങ് ടു മേക്ക് എ ഡിഫറൻസ്. മാസ്റ്റേഴ്സ് ജർമ്മൻ പഠിക്കണമെന്ന് താല്പര്യമുള്ള എങ്ങനെയായിരിക്കും എൻമൈൻസിനെ അപ്രോച്ച് ചെയ്യുക? ഒന്ന് ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അതിലേക്ക് നമുക്ക് DM ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 30 minutes ഫ്രീ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സെഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ കയറിയിട്ട് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ തന്നെ സംസാരിക്കാം.